അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഗിഫ്റ്റ് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. മക്കൾ മാതാപിതാക്കൾക്ക് കൊടുക്കാറുണ്ട്, ഭാര്യ ഭർത്താവിന്, ഭർത്താവ് ഭാര്യയ്ക്ക്, അങ്ങനെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഗിഫ്റ്റുകൾ കൈമാറാറുണ്ട്. എന്നാൽ ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ആ സ്നേഹത്തിൻ്റെ ബന്ധം കാണിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ശരീരത്തിൽ നിന്ന് തന്നെ രക്തം എടുത്തിട്ട് ആ രക്തം കൊണ്ട് ചിത്രം വരച്ചിട്ട് അതൊരു ഗിഫ്റ്റായിട്ട് കൊടുക്കുക. സംഭവം കേൾക്കാൻ നല്ല രസമാണ്, കാരണം ഒരു സ്വന്തം രക്തം എടുത്തുകൊണ്ടാണല്ലോ കൊടുത്തതെന്നൊക്കെ പറയുമ്പോൾ ഒരു സംഭവമായിട്ടൊക്കെ കാണാം അല്ലേ. പക്ഷേ അതുകൊണ്ടുള്ള പ്രശ്നം എന്താണ്? അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഇസ്ലാമിൽ. എൻ്റെ വോയിസ് കേൾക്കുന്നത് ഒരു മുസ്ലിം ആണോ എന്ന് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും അത് ചെയ്യരുത്. അത് വരക്കാൻ വേണ്ടി രക്തം കൊടുക്കുന്നവരും അത് വരച്ചു കൊടുക്കുന്ന ആൾക്കാരോടും എനിക്ക് പറയാനുള്ളത്, അതൊരിക്കലും ഒരു മുസ്ലിമായ നമ്മൾ ചെയ്യാൻ പാടില്ല. രക്തം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനുള്ളിൽ ഇരിക്കുമ്പോൾ ഓക്കെ, പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് നജസാണ്. നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരു പ്രധാന ജീവനാണ് രക്തം. രക്തമില്ലാതെ ഒരാൾക്കും തന്നെ ജീവിക്കാൻ പറ്റില്ല. ആ രക്തം മറ്റൊരാളെ ജീവൻ രക്ഷിക്കാൻ എടുക്കുക എന്നല്ലാതെ ആ രക്തം അനാവശ്യമായി എടുത്തുകൊണ്ട് അതുകൊണ്ടൊരു ചിത്രം വരയ്ക്കുക, എന്നിട്ട് അത് ഫ്രെയിം ചെയ്തിട്ട് ഗിഫ്റ്റായി കൊടുക്കുക, ഒരു നജസല്ലേ ആ കൊടുക്കുന്നത്. അത് ആ വ്യക്തി കൊണ്ടുപോയി വീട്ടിൽ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ആ റൂമിലേക്ക് പിന്നെ റഹ്മത്തിൻ്റെ മലായിക്കത്തീങ്ങൾ പ്രവേശിക്കുമോ? അവിടെ ഹൈറുണ്ടാവോ, ബർക്കത്തുണ്ടാവോ? ഒരു ഐശ്വര്യവും ആ വീട്ടിൽ പിന്നെ ഉണ്ടാവില്ല. ഇനി ആരെങ്കിലും അങ്ങനെ നമുക്ക് ഗിഫ്റ്റായി തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വീട്ടിൽ വെക്കാനും പറ്റില്ല. ആ ഒരു വിഷയം എൻ്റെ മുസ്ലിം സഹോദരന്മാരിലേക്ക് ഞാൻ ഉണർത്തുകയാണ്. നമ്മുടെ വീട്ടിലതുണ്ടെങ്കിലും ഇപ്പോൾ തന്നെ മാറ്റിക്കോളിൽ, നിങ്ങൾക്കൊരു ബർക്കത്തും അതുകൊണ്ട് ഉണ്ടാകില്ല.